ഏറെ പ്രിയപ്പെട്ട NSS പ്രോഗ്രാം കോർഡിനേറ്റർ അലിക്കുട്ടി സാർ, ഷിജു സാർ, ഇന്ന് ഇവിടെ നമ്മുടെ ആതിഥ്യം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റിയെക്കുറിച്ച് നമ്മളോടൊപ്പം കുറച്ച് സമയം ഏകദേശം 1 മണിക്കൂറോളം ചെലവഴിക്കാൻ എത്തിയിരിക്കുന്ന വിഷ്ണു പ്രസാദ്, എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഭാഗവുമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം 1-2 വാക്കുകൾ വിഷ്ണുവിനെ കുറിച്ച് 1-2 അല്ല, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ വിഷ്ണുവാണ്. ഞാനിപ്പോൾ അടുത്ത ഇടയ്ക്ക് സൈക്കോളജിയിൽ PG ചെയ്യുന്നു. ശരിക്കും എന്നെ മോട്ടീവ് ചെയ്തത് എൻ്റെ വിദ്യാർത്ഥിയായ വിഷ്ണു തന്നെയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-14 വർഷം കഴിഞ്ഞു വിഷ്ണു +2 കഴിഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പോഴും ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് വിഷ്ണു. അപ്പോൾ ഒരു സമയത്താണ് വിഷ്ണു എന്നോട് പറയുന്നത്, ടീച്ചർ ഇങ്ങനെ ഇത് പോരാ, ടീച്ചർ സൈക്കോളജിയും കൂടെ എടുക്കണമെന്ന് പറഞ്ഞ്. വിഷ്ണു MA ഇംഗ്ലീഷും MA സൈക്കോളജിയും ഉണ്ട്. അതോടൊപ്പം എനിക്ക് ഒരു ഗുരുസ്ഥാനീയമായി വരെ ഞാൻ വിഷ്ണുവിനെ കണ്ടു. എനിക്ക് എല്ലാ സപ്പോർട്ടും വിഷ്ണുവാണ് തന്നത്. വിഷ്ണുവാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. അത് എനിക്കൊരു നിമിത്തമായി ഞാൻ കരുതുന്നു. വിഷ്ണുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ വികാരം കൊണ്ടുപോകും. കാരണം ഞങ്ങളുടെ ഒരു ഹംബിൾ ആൻഡ് നോബിൾ പൂർവ്വ വിദ്യാർത്ഥി, ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളിപ്പോൾ സയൻസുകാരെ അറിയാം, ഞാൻ ഉച്ചയ്ക്കൊക്കെ വിളിക്കുമല്ലോ എഴുതിപ്പിക്കാൻ. വളരെ അപൂർവമായിട്ടാണ് ഇപ്പോൾ വിളിക്കുന്നത്. വിഷ്ണുവിനെയൊക്കെ നിരന്തരം വിളിക്കുന്ന കൂട്ടത്തിലാണ്. ഒരിക്കൽ വിഷ്ണു എന്നോട് ഈ കാര്യം പറഞ്ഞു, ടീച്ചറെ എനിക്ക് ഫിസിക്സ് ഒന്നും പാടാം പഠിക്കാൻ. അത് സത്യമാണ്. വിഷ്ണുവിൻ്റെ മേഖലകൾ വളരെ വ്യത്യസ്തമായിരുന്നു. വിഷ്ണു എന്തെല്ലാം മേഖലകളിലേക്ക് കടന്നു കയറി എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. MA ഇംഗ്ലീഷ് എടുത്തു. ഇംഗ്ലീഷ് ആയിരുന്നു എസ് ടീച്ചറിൻ്റെ പ്രിയ ശിഷ്യനായിരുന്നു. എസ് ടീച്ചറിനോട് എപ്പോഴും പറയുമായിരുന്നു ഇംഗ്ലീഷ് എനിക്ക് മെയിൻ എടുക്കണം. അങ്ങനെ ഇവിടെ നിന്നുള്ള ഇൻസ്പിറേഷനും കിട്ടിക്കഴിഞ്ഞു. ഇംഗ്ലീഷ് മെയിൻ എടുത്തു. പിന്നെ ASAPൻ്റെ സോഫ്റ്റ് സ്കിൽ പ്രോഗ്രാം എവിടെയൊക്കെ നടത്തി എന്നതും എനിക്കറിഞ്ഞില്ല. ഞാൻ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വിളിക്കുമ്പോൾ എവിടെയൊക്കെയോ പ്രോഗ്രാമുകൾ നടത്തി. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ,